ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമ്മൾ ബ്രഹ്മമന്ത്രം എന്ന മാന്ത്രിക നോവലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അധ്യായം 14. ഇനി 1-2 അധ്യായങ്ങൾ കൊണ്ട് തീരുന്നതാണ് നമ്മുടെ ഈ മാന്ത്രിക നോവൽ. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. അധ്യായം 14, നോവൽ തുടർച്ച, ബ്രഹ്മമന്ത്രം. ഏതു വഴി അവൻ സ്വീകരിക്കുമെന്ന് മനക്കണ്ണുകളിൽ ശ്രദ്ധിച്ചുകൊണ്ട് ബ്രഹ്മദത്തൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വഴി സ്വീകരിച്ചു കഴിഞ്ഞിരുന്നു വിഷ്ണു. ബ്രഹ്മദത്തന് സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു വഴി. അധ്യായം 27. അക്ഷരാർത്ഥത്തിൽ ചെറുകുന്നത്ത് തറവാട്ടിൽ ഒരു മരണം നടന്ന പ്രതീതിയായിരുന്നു. ആ ഗ്രാമം ഒന്നടക്കം 4 പേരെ മുറ്റത്ത് കിടത്തിയിട്ട് അവരെ രക്ഷിക്കാനായി നിലവിളിക്കുകയായിരുന്നു. ഇതേ സമയത്താണ് ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ ആ ആശയം വിഷ്ണുവിൻ്റെ മനസ്സിൽ തെളിഞ്ഞതും. ഒരുപക്ഷെ നരനാരായണൻ്റെ ആത്മാവ് അവനിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാക്കിയതുമാകാം. ഏതായാലും അവൻ്റെ മുഖത്ത് പെടുന്നനെ ഒരു പ്രകാശം മിന്നിപ്പൊലിഞ്ഞു. താൻ പൂജാമുറിയിൽ കയറരുതെന്നും മാന്ത്രിക ഗ്രന്ഥങ്ങൾ കൈകൊണ്ടും തുടരുതെന്നും മാത്രമല്ലേ വിധികൾ അനുശാസിക്കുന്നുള്ളൂ. താൻ കയറുന്നുമില്ല, ഗ്രന്ഥങ്ങൾ കൈകൊണ്ട് തൊടുന്നുമില്ല. അല്ലാതെ തന്നെ തനിക്ക് കൃത്യം നിർവഹിക്കാമല്ലോ. അവൻ കണ്ണുകൾ പൂട്ടി ഏതാനും മാത്രം നിന്നു. ആ ചുണ്ടുകളിൽ ഒരു നൂതന മന്ത്രം പിറക്കുകയായിരുന്നു. ഫലം ക്ഷിപ്രമായിരുന്നു. അടഞ്ഞു കിടന്നിരുന്ന പൂജാമുറിയുടെ വാതിൽ അടുത്ത ക്ഷണം തുറക്കപ്പെട്ടു. 1000 മണിനാവുകൾ ഒന്നിച്ചു ശബ്ദിച്ചു. ക്ഷേത്രത്തിൽ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന പ്രതീതി. അകത്ത് പീഠത്തിൽ വച്ചിരുന്ന അമൂല്യ ഗ്രന്ഥങ്ങളടങ്ങിയ തടിപ്പെട്ടി തനിയെ തുറന്നു. അതിൽ നിന്നും ഒരു താളിയോല ഗ്രന്ഥം മുകളിലേക്ക് ഉയർന്നു. അത് നിലം തൊടാതെ അവൻ്റെ അരികിലേക്ക് പറന്നെത്തുകയായിരുന്നു. വിഷ്ണുവിൻ്റെ മുഖത്തിന് ഒരടി മുന്നിൽ നെഞ്ചിൻ്റെ ഉയരത്തിൽ അത് നിശ്ചലമായി. ആ രംഗം കണ്ട് ആളുകൾ കോരിത്തരിച്ചു. മാതൃമുത്തശ്ശിയും ജയകൃഷ്ണനും അനിരുദ്ധനും മിഴിച്ചു നിന്നു. അങ്ങകലെ ഗുഹയിലെല്ലാം ശ്രദ്ധിച്ചിരുന്ന ബ്രഹ്മദത്തിൻ്റെ കണ്ണുകളിൽ ഒരു ഞെട്ടലുളവായി. താൻ ഒരിക്കലും ചിന്തിക്കാതിരുന്ന കാര്യം അയാൾ കൈകൊണ്ട് തലക്കടിച്ചു. തൻ്റെ ചിന്തകളേക്കാൾ ഉയരത്തിൽ വിഷ്ണു വളർന്നിരിക്കുന്നു. കൊച്ചു പയ്യനാണല്ലോ. മാന്ത്രിക പഠനങ്ങൾ ഉൾക്കൊണ്ട് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നൊരു ചിന്തിച്ച് അത് വെറുതെയായി. ഇനി ഈ നിമിഷം തനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ. അവൻ ചെയ്യാൻ പോകുന്ന കർമ്മം മുടക്കുക. അതിനായി ഭാവിക്കുകയായിരുന്ന ബ്രഹ്മദത്തൻ അടുത്ത നിമിഷം ഞെട്ടി വീർത്തു. തൻ്റെ ചിന്തയ്ക്ക് മുൻപേ വിഷ്ണു ഒന്നുകൂടി ചെയ്തിരിക്കുന്നു. തറവാടിന് ചുറ്റും ഒരു മാന്ത്രിക വലയം തീർത്തിരിക്കുന്നു. ആ ബന്ധനം കടന്ന് അകത്തേക്ക് പോകുവാൻ തൽക്കാലം തൻ്റെ മൂർത്തികൾക്ക് കഴിയില്ല. താൻ വിഷ്ണുവിൻ്റെ മുന്നിൽ പരാജയം ഏറ്റുവാങ്ങുകയാണോ? വെറുതെയെങ്കിലും ബ്രഹ്മദത്തൻ ഒരു മാത്ര അങ്ങനെ ചിന്തിച്ചുപോയി. ആ നേരത്ത് ഇനി ശത്രു നീക്കങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുറപ്പാക്കിയിട്ട് വിഷ്ണു തൻ്റെ മുന്നിൽ നിൽക്കുന്ന മാന്ത്രിക ഗ്രന്ഥത്തിലേക്ക് നോക്കിക്കൊണ്ട് മന്ത്രം ജപിച്ചു. താളുകൾ തനിയെ മറിയുവാൻ തുടങ്ങി. അവന് വേണ്ട വിവരങ്ങൾ ഏത് താളിയോലയിലാണോ അത് വന്നപ്പോൾ ഗ്രന്ഥം നിശ്ചലമായി. അവൻ അതിലേക്ക് നോക്കി. എന്താണിപ്പോൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ചെറുകുന്നത്ത് തറവാട്ടുമുറ്റത്ത് അത്രയും ആളുകൾ നിൽപ്പുണ്ടെന്ന് ഒരാൾക്കും തോന്നിയില്ല. കാരണം അത്രയ്ക്കും നിശബ്ദമായിരുന്നു അവിടെ. എല്ലാവരും ഉത്കണ്ഠയുടെ മുൾമുനയിലാണ്. എങ്കിലും സർപ്പദംശനമേറ്റ ജീവൻ പൊലിഞ്ഞവരെ രക്ഷിക്കാൻ വിഷ്ണുവിന് കഴിയുമെന്ന് അവർക്കൊക്കെ തോന്നിയിരുന്നു. ഗ്രന്ഥത്തിൽ നിന്നും വിവരിച്ച കാര്യങ്ങൾ അവൻ മനസ്സിൻ്റെ താളിയോലയിലേക്ക് പകർത്തിക്കഴിഞ്ഞിരുന്നു. ഗ്രന്ഥം മടഞ്ഞു. അത് പഴയതുപോലെ മടങ്ങിപ്പോവുകയും പൂജാമുറിയിൽ പീഠത്തിലിരുന്ന തടിപ്പെട്ടിയിൽ ചെന്നിരിക്കുകയും ചെയ്തു. വീണ്ടും മണിനാവുകൾ ശബ്ദിച്ചു. പൂജാമുറിയുടെ വാതിൽ തനിയെ അടഞ്ഞു. വിഷ്ണു മുറ്റത്തേക്കിറങ്ങി. മാതൃമുത്തശ്ശിയും വിനയപ്രഭയും ജയലക്ഷ്മിയുമൊക്കെ അവൻ്റെ ചെയ്തികൾ സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്നു. കുറച്ച് കരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വേണം. നാട്ടുകാരെ നോക്കിയാണ് അവൻ പറഞ്ഞത്. ഇപ്പോൾ കൊണ്ടുവരാം. 5-6 പേർ തിരിഞ്ഞോടി. അരനാഴികയ്ക്കുള്ളിൽ ആവശ്യത്തിന് കരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും അവിടെ എത്തി. അതവിടെ വെച്ചിട്ട് എല്ലാവരും അകന്നു നിൽക്കുക. അവൻ്റെ അടുത്ത നിർദ്ദേശവും അവർ അനുസരിച്ചു. വിഷ്ണുവിൻ്റെ നാവിൽ ഒരു മന്ത്രം പിറന്നു. അടുത്ത ക്ഷണം അദൃശ്യരായ ആരോ ആ പൊടി കൊണ്ട് ഒരു സർപ്പക്കളം വരയ്ക്കുവാൻ തുടങ്ങി. കണ്ടു നിന്നവരുടെ കണ്ണു തള്ളിപ്പോയി. എൻ്റെ കുട്ടി മിടുക്കനാ. യാമിനിയെ ഇവൻ തളയ്ക്കും, എനിക്ക് ഉറപ്പാ, മാതൃ സ്വയം പറഞ്ഞു. ജയലക്ഷ്മിയും വിനയപ്രഭയും അത് കേട്ടെങ്കിലും മിണ്ടിയില്ല. അരുൺ മാത്രം തന്നെ മച്ചുനെ ഒരു അത്ഭുത ജീവിയെ കാണുന്ന ഭാവത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു. നിമിഷങ്ങൾക്കകം കളം വരച്ചു തീർന്നു. ഭൂമിയിൽ നിന്നും അനേകം കുമിളുകൾ മുളച്ചു പൊടുന്നത് പോലെ ഈർക്കിൽ പന്തങ്ങൾ ഉയർന്നു വന്നു.
അവയിലേക്ക് തീ പടർന്നു. ദീപപ്രഭയിൽ സർപ്പക്കളം തിളങ്ങി. ഇനി സർപ്പദംശനമേറ്റവരെ കളങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുക, വിഷ്ണു പറഞ്ഞു. ആളുകൾ പെട്ടെന്ന് 4 പേരെയും അവിടേക്ക് നീക്കി കിടത്തി. ഭയപ്പെടാതിരിക്കാൻ നിങ്ങൾ തെക്കോട്ടൽപ്പം നീങ്ങി നിൽക്കുക. അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ വ്യക്തമായില്ലെങ്കിലും അവർ അനുസരിച്ചു. വിഷ്ണു കൈകൊട്ടി കളത്തിന് മുന്നിൽ നിന്ന് ഇമകൾ പൂട്ടി. മനസ്സിൽ അല്പം മുൻപ് പഠിച്ച മന്ത്രങ്ങൾ തെളിയുകയായിരുന്നു. സമയം ഇഴയുകയാണ്. ഒന്നും സംഭവിക്കുന്നില്ല. ആളുകൾ അർദ്ധശങ്കയോടെ പരസ്പരം നോക്കി. വിഷ്ണുവിനെ കൊണ്ട് കഴിയില്ലെന്ന് വരുമോ? ഒരാളെ തിരക്കി. ഏയ്, മിണ്ടാതെ നിൽക്ക്. ഇപ്പോൾ തന്നെ പല അത്ഭുതങ്ങളും കണ്ടതല്ലേ നമ്മൾ. അതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കുമോ? മറ്റൊരാൾ പറഞ്ഞു നിർത്തിയില്ല. കേട്ടു വലിയൊരു സീൽക്കാരം. സകലരും ഞെട്ടിത്തിരിഞ്ഞു. ഇരുട്ടിൽ ആദ്യമൊന്നും കാണാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തോ ഒരു ശബ്ദം കേട്ടു. നിമിഷങ്ങൾ. പന്തങ്ങളുടെ ദീപപ്രഭയിൽ ചോര മരവിപ്പിക്കുന്ന കാഴ്ച അവരൊക്കെ കണ്ടു. ചെറുകുന്നത്തു തറവാട്ടുമുറ്റത്തു കൂടി വളഞ്ഞു പൊളഞ്ഞാടുന്ന 4 കരിനിഴലുകൾ. അയ്യോ, പാമ്പ്! നിലവിളിച്ചവരുടെ കണ്ടത്തിൽ നിന്നും പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. അത്രമാത്രം ഭയന്നു പോയിരുന്നു അവർ. മാധുരി മുത്തശ്ശി ഭയന്ന് മകളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. സർപ്പക്കളങ്ങൾക്ക് മുന്നിലെത്തിയ കരിനാഗങ്ങൾ ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പിന്നെ കളങ്ങളിലേക്ക് ഇഴഞ്ഞു കയറി. അതിൽ കിടന്നുരുണ്ടു. കരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇളകി. വിഷ്ണു കണ്ണു തുറന്നില്ല. പാമ്പുകളുടെ പ്രവൃത്തികൾ കാണാൻ ധൈര്യമില്ലാത്തവരും കണ്ണുകൾ അടച്ചു. ആ കൂട്ടത്തിൽ ഒരാളായി അരുണും മാറി. വിഷ്ണുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു. അവൻ്റെ ഉൾക്കണ്ണുകളിൽ കളത്തിൽ കിടന്നു പൊളയുന്നത് പാമ്പുകളായിരുന്നില്ല, വെറും നാരുകളായിരുന്നു. മഞ്ഞൾപ്പൊടിയിലും കരിപ്പൊടിയിലും കുളിച്ച പാമ്പുകൾ അവിടെ നിന്നും വിഷമേറ്റ് മരിച്ചു കിടക്കുന്നവരുടെ അടുത്തേക്ക് നീങ്ങി. നേരത്തെ കൊത്തിയ ഭാഗത്ത് അവ ആഞ്ഞുകുത്തി വിഷം വലിച്ചെടുക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അവരുടെ ശരീരത്തിൽ ബാധിച്ചിരുന്ന കരിനീല നിറം മാറുവാനും തുടങ്ങി. അവസാനം 4 പേർക്കും പഴയ നിറം കൈവന്നു. പാമ്പുകൾ പിന്തിരിഞ്ഞു. ഒരു വട്ടം കൂടി അവ കളത്തിൽ കിടന്നുരുണ്ടു. പിന്നെ ഇരുട്ടിലേക്ക് ഇഴഞ്ഞു മറഞ്ഞു. വിഷ്ണു കണ്ണു തുറന്നു. പുഞ്ചിരിയോടെ നാട്ടുകാരെ നോക്കി. ഇനി അവരെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ആളുകൾ ഓടിയെടുത്തു. ഓരോരുത്തരും പേര് പറഞ്ഞു വിളിച്ചു. ഏതോ ദീർഘനിദ്രയിൽ നിന്നുണർന്ന പോലെ അവർ കണ്ണുകൾ തുറന്നു. അങ്ങകലെ ഗുഹയിൽ ആ കാഴ്ചകൾ കണ്ട് ബ്രഹ്മദത്തൻ വിളറിപ്പോയി. ആളുകൾ വിഷ്ണുവിനെ വാനോളം പുകഴ്ത്തുന്നത് തൻ്റെ കർണപുടങ്ങളെ തകർക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ കാതുകൾ പൊത്തിക്കളഞ്ഞു. ആ അസ്വസ്ഥതയ്ക്കിടയിലും പക്ഷേ അയാൾ മറ്റൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു. വിഷ്ണുവിനെ കൂടുതൽ കരുത്തനാകും മുൻപേ അവൻ്റെ തറവാടിനെയും അവനെയും ഇല്ലാതെയാക്കണം. യാമിനിയുടെ ദൗത്യം പൂർത്തിയാക്കണം. അതിനയാൾ ആദ്യം കണ്ട മുഖം തങ്കമണിയുടേതായിരുന്നു. ദിവസത്തിൻ്റെ പക്ഷി ചിറകടിച്ച് പറന്നുകൊണ്ടേയിരുന്നു. പതിവ് പോലെ വായനശാലയിൽ നിന്നും മടങ്ങുമ്പോൾ ജയകൃഷ്ണൻ ചിന്തിച്ചു, തങ്കമണിയുടെ അടുത്തേക്കൊന്ന് കയറിയാലോ. 6 ദിവസങ്ങളായി അവൻ അവളുടെ അടുത്തൊന്ന് കയറിയിട്ട്. ആരോ പ്രേരിപ്പിക്കുന്നത് പോലെയാണ് ഇത്തവണ ജയകൃഷ്ണൻ തങ്കമണിയുടെ മുറ്റത്തേക്ക് ചെന്നത്. പുറത്താരുമില്ലായിരുന്നു. അരപ്പടിയിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു. അവനൊന്ന് മുരടനാക്കി. വാതിക്കൽ നിന്നും തങ്കമണി തലനീട്ടി. അവൾ പതിവിൽ കൂടുതൽ സുന്ദരിയായി അവന് തോന്നി. കേറിവാ, അവൾ വിളിച്ചു. മടി കൂടാതെ അവൻ കയറി ചെന്നു. വാതിലടച്ചിട്ട് അവൻ്റെ ശരീരത്തിലേക്ക് ചായുന്നതിനിടയിൽ അവൾ മന്ത്രിച്ചു, ജയൻകുഞ്ഞിൻ്റെ കാര്യം ഞാനിപ്പോൾ ചിന്തിച്ചതേ ഉള്ളൂ. ഓഹോ, അപ്പം എന്നെ മറന്നില്ല അല്ലേ? അവനവളെ കെട്ടിവരിഞ്ഞ് ഒരു ചുംബനം കൊടുത്തിട്ട് നെഞ്ചിൽ കയ്യൊന്നമർത്തി. അവളൊന്ന് പൊളഞ്ഞു. പിന്നെ ഒരു പായെടുത്ത് തറയിൽ വിരിച്ചു. അവിടെയും മേശപ്പുറത്തും ഇരുന്ന് ഒരു മണ്ണെണ്ണ വിളക്ക് എരിയുന്നുണ്ടായിരുന്നു. തങ്കമണിയുടെ ഉടയാടകൾ അഴിഞ്ഞു വീണു. അവൾക്ക് നേരത്തെ കണ്ടിട്ടുള്ളതിനേക്കാൾ പ്രായം കുറഞ്ഞതുപോലെ അവന് തോന്നി. ആവേശമടക്കാനാവാതെ അവനവളെ പായിലേക്ക് അമർത്തി. ഒരു കൊച്ചു പെണ്ണിനെ പോലെയാണല്ലോ തങ്കമണി നീ ഇപ്പോഴും. കാതിലവൻ പറഞ്ഞു, ഞാൻ കൊച്ചു പെണ്ണാ. പറഞ്ഞതും അവനെ ഉരുട്ടിമറിച്ച് അവൾ മീതയായി. ഓഹോ, 5-6 ദിവസത്തേതിന് പകരം വീട്ടുകയാ നീ അല്ലേ? 5-6 ദിവസത്തേതല്ല, കുറേയേറെ വർഷങ്ങളേത്, അവൾ പറഞ്ഞു. അപ്പോൾ ഒത്തിരി ദുഃഖിച്ചു കാണുമല്ലോ. സംശയമെന്താ? ഞാനൊഴുക്കിയ കണ്ണീരിന് കണക്കില്ല. അവനു മീതെ അവൾ നിവർന്നിരുന്നു. ആ ശബ്ദത്തിനൊരു മാറ്റം. അവൻ ആ മുഖത്തേക്ക് നോക്കി. ഒന്ന് അലറിക്കരയണമെന്നുണ്ടായിരുന്നു അവന്. കഴിഞ്ഞില്ല. അവൾക്ക് വേഗതയേറുകയായിരുന്നു. രാവിലെ അനിരുദ്ധൻ വായനശാലയിലേക്ക് റീലെത്തി.
അവിടെ ഉണ്ടായിരുന്നവരോട് ജയകൃഷ്ണനെക്കുറിച്ച് തിരക്കി. ഇന്നലെ രാത്രിയിൽ വായനശാലയിലുണ്ടായിരുന്നു. പതിവ് നേരത്തെ തന്നെ മടങ്ങുകയും ചെയ്തല്ലോ. എന്താ, തറവാട്ടിൽ വന്നില്ലേ? അവർ നെറ്റി ചുളിച്ചു. ഇല്ല. പിന്നെ എവിടെ പോകാനാ? ഒരിടത്തേക്കും പോകുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ചിന്താഭാരത്തോടെ അനിരുദ്ധൻ മടങ്ങാൻ ഭാവിക്കുമ്പോൾ പട്ടണത്തിൽ നിന്നുള്ള പ്രൈവറ്റ് ബസ് ക്ഷേത്രത്തിന് മുന്നിലുള്ള സ്റ്റോപ്പിൽ നിന്നും. അതിൽ നിന്നും സഞ്ചികൾ തൂക്കിപ്പിടിച്ച് തങ്കമണിയും ഭർത്താവ് മാധവനും ഇറങ്ങി. അനിരുദ്ധനെ കണ്ട് മാധവൻ ചിരിച്ചു. തറവാട്ടിൽ നേരത്തെ പശുക്കറവയ്ക്ക് വന്നിട്ടുള്ളവനാണ് മാധവൻ. എവിടെ പോയിരുന്നു? അനിരുദ്ധൻ ലോഹ്യൻ ചോദിച്ചു. ഇവളുടെ ആങ്ങള സുഖമില്ലാതെ കിടപ്പില. ഒന്ന് കാണാൻ പോയി. ഇന്നലെ രാവിലെ പോയതാ. 2 നേരത്തെ കറവ മുടങ്ങി. വേഗം ചെല്ലട്ടെ. ഭാര്യയും കൂട്ടി മാധവൻ തിടുക്കത്തിൽ പോയി. ആ വഴിയിലൂടെ അനിരുദ്ധനും നടന്നു. ചില രാത്രികൾ ജയകൃഷ്ണൻ വരുമ്പോൾ വൈകാറുണ്ട്. എവിടെയോ അവന് ചില ബന്ധങ്ങളുണ്ടെന്ന് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുണ്ട്. അതേക്കുറിച്ച് ഓർത്തുകൊണ്ട് അനിരുദ്ധൻ നടന്നു. തങ്കമണിയുടെ വീടിനടുത്തെത്തിയതും ഒരലർച്ച കേട്ടതും ഒന്നിച്ചായിരുന്നു. ഞെട്ടലോടെ അനിരുദ്ധൻ തങ്കമണിയുടെ വീട്ടിലേക്ക് നോക്കി. നിലവിളിച്ചുകൊണ്ട് മാധവനും തങ്കമണിയും മുറ്റത്തേക്ക് ചാടുന്നതാണ് കണ്ടത്. അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ഭീതിയോടെ 4 പേരും നോക്കിയ മാധവൻ അനിരുദ്ധനെ കണ്ടിരുന്നു. ഒന്ന് ഓടിവാ അനിരുദ്ധൻ കുഞ്ഞെ. വല്ല പാമ്പോ മറ്റോ വീടിനുള്ളിൽ ഉണ്ടായിരിക്കുമെന്നാണ് അനിരുദ്ധൻ വിചാരിച്ചത്. അയാൾ അങ്ങോട്ടേക്ക് പാഞ്ഞു. അപ്പോഴേക്കും അടുത്ത വീടുകളിൽ ഉണ്ടായിരുന്നവരും ഓടിയെത്തി. എന്താ മാധവ, എന്തുണ്ടായി? ഏവരും ഒരേ സ്വരത്തിൽ തിരക്കി. അവിടെ മാധവനും തങ്കമണിയും വീട്ടിനുള്ളിലേക്ക് കൈ ചൂണ്ടി. ബാക്കി പറയാൻ കഴിയാത്ത വിധം അവർ ഭയന്നു വിറയ്ക്കുകയാണ്. ആദ്യം അനിരുദ്ധൻ തിണ്ണയിലേക്ക് കയറി. തൊട്ടുപിന്നിൽ മറ്റുള്ളവരും. ശ്രദ്ധയോടെയാണ് അവർ വാതിക്കലിലെത്തിയത്. അകത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. അവിടെ ഞെട്ടലോടെ അവർ പിന്നോട്ട് മാറി. തറയിൽ മലർന്നു കിടക്കുകയായിരുന്നു ഒരു മനുഷ്യൻ. പരിപൂർണ നഗ്നൻ. കണ്ണുകൾ പുറത്തേക്കുന്തി, നാവ് പുറത്തേക്ക് നീട്ടി, കൈകൾ പായിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. ആരാണെന്ന് മാത്രം അവർക്ക് വ്യക്തമായില്ല. മുറിക്കുള്ളിൽ വെളിച്ചം കുറവായിരുന്നു. തങ്കമണിയും മാധവനും തലയിൽ കൈവച്ച് തറയിൽ കുത്തിയിരുന്നു. ഈശ്വരാ! വാർത്ത കേട്ടറിഞ്ഞ ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടേയിരുന്നു. ആകെ ബഹളം. എന്നാലും ആരും മുറിക്കുള്ളിലേക്ക് കയറിയില്ല. അതുകൊണ്ട് ആരാണ് മരിച്ചു കിടക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞതുമില്ല. ആരോ പോലീസിൽ വിവരം അറിയിച്ചതിനനുസരിച്ച് SIയും സംഘവും എത്തിച്ചേർന്നു. പുതിയ SI ആണ്. ചെറുപ്പക്കാരൻ, പേര് റസാഖ്. അയാളും പോലീസുകാരും അകത്തു കയറി. അവിടെ ഉണ്ടായിരുന്ന മറ്റു വാതിലുകളും ജനാലകളും തുറന്നിട്ടു. അതോടെ മുറിയിൽ വെളിച്ചമായി. നിങ്ങൾ ഒരാളിങ്ങോട്ട് കയറി വരണം, SI പറഞ്ഞു. ഈ കിടക്കുന്നത് അറിയുന്ന ആളാണോ എന്ന് നോക്ക്. ചായക്കട നടത്തുന്ന ഗോപാലൻ അകത്തു കയറി നോക്കി. എൻ്റെ അമ്മേ, ഇത് ജയകൃഷ്ണൻ കുഞ്ഞല്ലേ? അയാളുടെ നാവിൽ നിന്നും ശബ്ദമായിരുന്നു. ഏത് ജയകൃഷ്ണൻ? റസാക്ക് നെറ്റി ചുളിച്ചു. ചെറുകുന്നത്ത് തറവാട്ടിലെ പുറത്തുണ്ടായിരുന്ന അനിരുദ്ധൻ അകത്തേക്ക് കുതിച്ചു. ആ ശവശരീരം അയാൾ തിരിച്ചറിഞ്ഞു. സാർ, ഇതെൻ്റെ അളിയനാണ്, അനിരുദ്ധൻ പറഞ്ഞു. റസാക്ക് അയാളെ അടിമുടിയൊന്ന് നോക്കി. പിന്നെ പുറത്തേക്കിറങ്ങി അവിടെ നിന്നവരോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഹെഡ് കോൺസ്റ്റബിൾ FIR തയ്യാറാക്കുന്നതിനിടയിൽ റസാഖ് മാധവനെയും തങ്കമണിയെയും ചോദ്യം ചെയ്തു. സ്ഥലത്തില്ലായിരുന്നുവെന്നും അവർ ആണയിട്ട് പറഞ്ഞു. പുറത്തുനിന്നും പൂട്ടിയിരുന്ന വാതിൽ തങ്ങൾ വന്ന് തുറക്കുകയായിരുന്നുവെന്നും SIയുടെ തലച്ചോറ് പുകഞ്ഞു. ഒരു സ്ത്രീയുമായി ജയകൃഷ്ണൻ ബന്ധപ്പെട്ടിരുന്നു എന്ന് ഉറപ്പാണ്. പക്ഷേ ആരാണവൾ? അതിനുത്തരം അയാൾക്ക് മാത്രമല്ലേ മറ്റാർക്കും കിട്ടിയതുമില്ല. വിവരമറിഞ്ഞ മാധുരി എൻ്റെ മോനെ എന്ന് വിളിച്ച് നെഞ്ചത്തടിച്ച് പിന്നോട്ട് മറിഞ്ഞു. ശവം വിട്ടുകിട്ടുന്നതിനായി അനിരുദ്ധൻ പോയി. ഒരിക്കൽ കൂടി തറവാട്ടിൽ ചിതയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. പക്ഷെ വിഷ്ണുവിൻ്റെ കാതുകളിൽ നരനാരായണൻ്റെ ശബ്ദം എത്തി. അവനെ ദഹിപ്പിക്കരുത്, നിന്റെ തീരുമാനമായിട്ട് പറഞ്ഞാൽ മതി. വിഷ്ണു അപ്രകാരം ചെയ്തു. മഹാമാന്ത്രികനായി ഗ്രാമം അംഗീകരിച്ചു കഴിഞ്ഞിരുന്ന അവൻ്റെ വാക്കിന് തറവാട്ടിലും പുറത്തും വിലയുണ്ടല്ലോ. അതിനാൽ ദഹിപ്പിക്കാനായി മാവ് മുറിക്കാൻ ഭാവിച്ചവർ തെക്ക് ഭാഗത്തെ പുരയിടത്തിൽ കുഴിവെട്ടാൻ തുടങ്ങി. സന്ധ്യയ്ക്ക് മുൻപ് തന്നെ വൻ ജനാവലിയുടെ അകമ്പടിയോടെ ശവം സംസ്കരിച്ചു. രാത്രി കൊച്ചച്ഛൻ്റെ മരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തൻ്റെ മുറിയിൽ കിടക്കുകയായിരുന്നു വിഷ്ണു. അപ്പോൾ വീണ്ടും നരനാരായണൻ്റെ ശബ്ദം കേട്ടു. ഈ രാത്രിയിൽ നീ ഉറങ്ങുവാൻ പാടില്ല വിഷ്ണു. ഞാൻ എന്ത് ചെയ്യണം മുത്തച്ഛ? അവൻ എഴുന്നേറ്റിരുന്നു. പൂജാമുറിയിൽ കയറണം.
പുലയെക്കുറിച്ചൊന്നും നീ ഇപ്പോൾ ചിന്തിക്കണ്ട. മുത്തച്ഛൻ പറയുന്നത് പോലെ ചെയ്തോളൂ. ശരി. അപ്പോൾ തന്നെ അവൻ പൂജാമുറിയിലേക്ക് നടന്നു. മുറി തുറന്ന് അകത്തു കയറി. കോൽവിളക്ക് കത്തിക്കൂ. അങ്ങനെ അവൻ ചെയ്തു. മുറിയിൽ വെളിച്ചം പരന്നു. ഇനി ഭരദേവതയുടെ വലതുഭാഗത്ത് ഭിത്തിക്കരികിലേക്ക് ചെല്ലൂ. സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഒരു കൊളുത്ത് കാണാം. ആ ഭാഗത്ത് ആഞ്ഞു തള്ളുക. അവൻ കോൽവിളക്കുമായി ഭിത്തിക്കരികിലെത്തി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ തടിക്കുള്ളിലായി ഒരു കൊളുത്ത് കണ്ടു. തടിയുടെ നിരപ്പിനുള്ളിലായിരുന്നതിനാൽ ആർക്കും അത്ര വേഗമൊന്നും അത് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. ആ ഭാഗത്തെ ഭിത്തിയിൽ അവൻ ആഞ്ഞു തള്ളി. കറകറ ശബ്ദത്തോടെ ഒരു വാതിൽ ഉള്ളിലേക്ക് തുറക്കപ്പെട്ടു. വിഷ്ണു അമ്പരന്നുപോയി. ഇന്ന് വരെ ഇവിടെ ഇങ്ങനെ ഒരു വാതിൽ ഉണ്ടായിരുന്ന കാര്യം തനിക്കറിയില്ലായിരുന്നല്ലോ. താഴേക്ക് പടിക്കെട്ടുകളുണ്ട്. നിലവറയിലേക്ക് അങ്ങോട്ടിറങ്ങിക്കോളൂ. അകത്തുനിന്നും ദുഷിച്ച വായുവിൻ്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ അവൻ കോൽവിളക്കിൻ്റെ പ്രകാശത്തിൽ ശ്രദ്ധയോടെ ഇറങ്ങി. 7 പടികൾ. അവയിലാകെ പൊടി കട്ടി പിടിച്ചിരുന്നു. വലിപ്പമുള്ള ഒരു മുറിയായിരുന്നു താഴെ. അവൻ ആകമാനമൊന്ന് പരിശോധിച്ചു. അറിയാതെ ഒരു ഭീതി ഉള്ളിലുണ്ടായി. മുറിയുടെ ഒരു ഭാഗത്ത് കാളിയുടേതെന്ന് തോന്നിക്കുന്ന വലിയൊരു പ്രതിമ. അതിനു മുന്നിൽ വലിയൊരു കല്ല്. അതിൽ ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുകയാണെന്ന് തോന്നി. തൊട്ടരികിൽ വലിയൊരു വാളും ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെ നരബലി നടത്തിയിരുന്നു. പെട്ടെന്നാണ് അങ്ങനെ ഒരു ചിന്ത വിഷ്ണുവിൽ പൊട്ടിമുളിച്ചത്. അരുതാത്തതൊന്നും ചിന്തിക്കേണ്ട വിഷ്ണുവേ. നരനാരായണൻ്റെ ശബ്ദം. നിന്റെ പിന്നിൽ ഭിത്തിയോട് ചേർത്തിട്ടിരിക്കുന്ന എണ്ണത്തോണി കണ്ടോ? അവൻ തിരിഞ്ഞു നോക്കി. കണ്ടു. അത് എണ്ണത്തോണിയായിരുന്നു. അതിനരികിൽ 4-5 ചീനഭരണികൾ അടച്ചു വച്ചിരുന്നു. ആ ഭരണികളിൽ സുഗന്ധലോപനങ്ങളാണ്. ഭരണിയിൽ നിന്നും ഒരേ അളവിൽ ലോപനം തോണിയുടെ പകുതിയോളം നിറയ്ക്കുക. കോൽവിളക്ക് താഴെ വെച്ചിട്ട് അവൻ അങ്ങനെ ചെയ്തു. ശ്രമകരമായ ജോലിയായിരുന്നു അത്. കൊള്ളാം. ഇനി നിനക്ക് പുറത്തു പോകാം. ശരി. കോൽവിളക്കമെടുത്ത് തിരിഞ്ഞു നടക്കുമ്പോൾ അവ്യക്തമായ ഒരു ഭീതി തന്നെ വലയം ചെയ്യുന്നത് പോലെ തോന്നി വിഷ്ണുവിന്. മുത്തശ്ശൻ്റെ ആത്മാവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും അവന് വ്യക്തമായില്ല. പൂജാമുറിയും കടന്ന് അവൻ വെളിയിലെത്തി. ഇനി നീ തറവാടിന് പുറത്തേക്ക് നടക്ക്. അവൻ വാതിൽ തുറന്ന് ഉമ്മറത്തേക്കിറങ്ങി. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ഭയപ്പെടരുത്. അത് കേട്ടപ്പോൾ തന്നെ അവൻ്റെ ഉള്ളം നാളി. നീ ജയകൃഷ്ണനെ അടക്കം ചെയ്ത ഭാഗത്ത് ചെല്ലണം. അവൻ്റെ ശരീരം മാന്തിയെടുക്കണം. ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ അത് കുഴിച്ചുമൂടാൻ മറക്കരുത്. അതെന്തിനാ മുത്തച്ഛ? ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. ഞാൻ പറയുന്നത് അനുസരിക്കുക. പിന്നെ അവനൊന്നും ചോദിച്ചില്ല. എങ്കിലും തന്നെ കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണോ അത്? അതിനുള്ള ഉത്തരവും നരനാരായണൻ്റെ ശബ്ദത്തിൽ കേട്ടു. നീ ചെയ്യണമെന്നില്ല. നിന്റെ മൂർത്തികളെ കൊണ്ട് ചെയ്യിക്ക്. ഇത്തരം ജോലികൾ മൂർത്തികളെ കൊണ്ട് ചെയ്യിക്കുന്നത് തെറ്റാണെന്ന് വിഷ്ണുവിനറിയാം. പക്ഷെ മുത്തച്ഛൻ്റെ ആജ്ഞയല്ലേ? ധിക്കരിക്കുന്നത് എങ്ങനെ? അവൻ ജയകൃഷ്ണൻ്റെ കുഴിമാടത്തിനരികിലെത്തി. നിലാവിൻ്റെ മങ്ങിയ വെളിച്ചം പോലുമില്ല. ചീവീടുകളുടെ കർണകഠോരമായ ശബ്ദം. ആരോ തല്ലി നോവിക്കുന്നത് പോലെ നായ്ക്കൾ നീട്ടി മൂങ്ങി. ഗ്രാമത്തിലാകെ ആ അവസ്ഥയായിരുന്നു. വിഷ്ണു മൂർത്തികളെ വിളിച്ചു വരുത്താനുള്ള മന്ത്രം ജപിച്ചു. അവരുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. ചെയ്യാനുള്ള ജോലി നിർദ്ദേശിച്ചു. കുഴിക്ക് മുകളിലെ മണ്ണ് സ്വയം നീങ്ങിത്തുടങ്ങി. അവസാനം ശവപ്പെട്ടിയോടൊപ്പം ജയകൃഷ്ണൻ്റെ ശരീരം കുഴിക്ക് മുകളിലേക്ക് എടുത്ത് വയ്ക്കപ്പെട്ടു. പെട്ടെന്ന് ഭൂമി പിളരും പോലെ ഒരു ഇടിവെട്ടി. തറവാട്ടിലെ ആഞ്ഞിലിയിൽ ചേക്കേറിയ കാക്കകൾ ഇളകി പറന്നു. തൻ്റെ മൂർത്തികൾ എടുത്ത് പുറത്തു വെച്ച ആ ശവപ്പെട്ടിയിലേക്ക് നോക്കി വിഷ്ണു ഒരു നിമിഷം നിന്നു. അപ്പോൾ നരനാരായണൻ്റെ ശബ്ദം വീണ്ടും കിട്ടും. ശവശരീരം മാത്രമെടുത്ത് പെട്ടിക്കുഴിക്കുള്ളിലാക്കി മൂടിയേക്കുക. മൂർത്തികളോട് അവൻ നിർദ്ദേശിച്ചു. അവർ അങ്ങനെ അനുസരിക്കുകയും ചെയ്തു. ശവത്തിൽ നിന്ന് നേരിയ ദുർഗന്ധം ഉയർന്നു തുടങ്ങിയിരുന്നു. കുഴി പഴയതുപോലെ മൂടിക്കഴിഞ്ഞു. ഇനി ശവം നിലവറയിലെ എണ്ണത്തോണിയിൽ കൊണ്ടിടുക. അടുത്ത ആജ്ഞ. വിഷ്ണു വാതിലുകൾ പഴയ രൂപത്തിൽ അടയ്ക്കണം. ഇക്കാര്യം മറ്റാരും അറിയാനും പാടില്ല. അവനൊന്ന് മൂളി. ആ നേരത്തെ അങ്ങകലെ ഗുഹയിൽ ഗാഠനിദ്രയിലായിരുന്ന ബ്രഹ്മദത്തൻ ഒരു പേക്കിനാവ് കണ്ട് ഞെട്ടിയുണർന്നു. ചാടി എഴുന്നേറ്റിരുന്ന് അയാൾ കിതച്ചു. വല്ലാത്ത ദാഹം. അവൻ ജലപാതത്തിനടുത്തിലേക്ക് നീങ്ങി. വെള്ളി ഉരുകി ഒഴിച്ചതുപോലെ താഴേക്ക് പതിക്കുന്ന വെള്ളം. അയാൾ 4-5 തവണ കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് കുടിച്ചു. എന്നിട്ടും കിതപ്പ് തീരുന്നില്ല. താൻ കണ്ട സ്വപ്നം ഇപ്പോഴും അത് കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നത് പോലെ. തിരികെ വന്ന് തറയിൽ വിരിച്ച ഇലക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് അയാൾ ഓർത്തു. തൻ്റെ മുന്നിൽ നരനാരായണൻ, കയ്യിലൊരു കൊടുവാൾ,
നിസ്സഹായനായി നിൽക്കുന്ന തൻ്റെ കഴുത്തിന് നേരെ വാൾ വീശുന്നു അയാൾ. ചീറ്റിത്തെറിക്കുന്ന ചോര അത്രയുമേ കണ്ടുള്ളൂ. എന്നാലും അങ്ങനെയൊരു സ്വപ്നം കാണാൻ എന്താണ് കാരണം? എത്ര ചിന്തിച്ചിട്ടും ബ്രഹ്മദത്തിന് അതിൻ്റെ ഉത്തരം കിട്ടിയില്ല. മരിച്ചു മണ്ണോട് ചേർന്ന നരനാരായണൻ. അയാൾ യാതൊരു തരത്തിലും തനിക്ക് ഭീഷണിയാകാൻ പോകുന്നില്ല. എങ്കിലും തനിക്കെന്തെങ്കിലും അപകടം വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിക്കൂടെ അത്? അങ്ങനെ ഓർത്തുകൊണ്ട് അയാൾ ഇലക്കിടക്കയിലേക്ക് ചാഞ്ഞു. ഇന്നിനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ദിവസങ്ങൾ രണ്ടുകൂടി പിന്നിട്ടു. ചിന്തയിലായിരുന്ന വിഷ്ണുവും മുത്തശ്ശൻ എന്താവും ഉദ്ദേശിച്ചിരിക്കുന്നത്? ജയകൃഷ്ണൻ കൊച്ചച്ഛൻ്റെ ശവശരീരം എണ്ണത്തോണിയിൽ കിടത്തിയിരിക്കുന്നു. ഇനി അതിന് യാതൊരു കേടും സംഭവിക്കില്ല. എന്തിനാണത് ഇങ്ങനെ സൂക്ഷിക്കുന്നത്? വേണ്ടത് വേണ്ട നേരത്ത് പറയാമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ലക്ഷ്യം എന്താണെന്നറിയാൻ അവൻ ആഗ്രഹിച്ചു. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. അനിരുദ്ധൻ്റെയും വിനയപ്രഭയുടെയും മകൻ അരുണും തറവാട്ട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ കളിക്കാൻ ആരുമില്ല. തറവാട്ടിൽ ഇനി ആകെയുള്ള കുട്ടി അവനെ കൂടാതെ വിഷ്ണു മാത്രമാണ്. മാന്ത്രികനായ ശേഷം വിഷ്ണുവിനെ കളിക്കാനൊന്നും നേരമില്ലതാനും. അകലെ റോഡിന് ഇടവഴിയിലൂടെ കുട്ടികൾ ക്രിക്കറ്റുമായി കളിക്കുന്ന പടിപ്പുരയിൽ നിന്ന് അവൻ കൊതിയോടെ നോക്കി നിൽക്കുമായിരുന്നു. അവരുടെ ഒപ്പം കളിക്കാൻ പോയാൽ കൊള്ളാമെന്നുണ്ടവന്. പക്ഷെ പാടില്ല എന്നാണ് വിനയപ്രഭ കർശനമായ നിർദ്ദേശം. തന്നെ സ്കൂളിൽ വിടാൻ പലവട്ടം പറഞ്ഞതാണവൻ. താൻ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്നും ഇവിടേക്ക് മാറ്റം വാങ്ങിയാൽ മതിയല്ലോ. അതിനും ഒരുക്കമല്ല വിനയപ്രഭ. ഇവിടുത്തെ ഭാവി പോകും പോലും. അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ഈ വർഷം ഒരുപാട് ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ ഇനി അടുത്ത വർഷം അതേ ക്ലാസ്സിൽ ഒന്നുകൂടി പഠിക്കണമെന്നാണ് അവളുടെ അഭിപ്രായം. പക്ഷെ അരുണിന് അത് വിഷമമായിരുന്നു. തൻ്റെ സഹപാഠികളെല്ലാം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ താൻ മാത്രം വീണ്ടും 8ൽ. പക്ഷെ ആ കൊച്ചു മനസ്സിന് ദുഃഖം ആരറിയാൻ? അല്ലെങ്കിൽ തന്നെ തറവാട്ടിലുള്ളവർക്ക് ചിന്തിക്കാനും ദുഃഖിക്കാനും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അരുൺ ഒരു ഓലമുടൽ ചീകി മിനുക്കി ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ തറവാട്ടിനുള്ളിൽ കയറി ഒരു റബ്ബർ പന്തം എടുത്തുകൊണ്ടുവന്നു. നടുമുറ്റത്ത് കളിച്ച മുത്തശ്ശിയുടെ ശകാരം കേൾക്കേണ്ടി വരും. അവൻ തെക്കേ മുറ്റത്തെത്തി പന്ത് ഭിത്തിയിലേക്ക് എറിഞ്ഞു. തിരികെ വരുമ്പോൾ ബാറ്റ് ചെയ്യും. അങ്ങനെ മറ്റാരുടെയും സഹായമില്ലാതെ കളിക്കാമല്ലോ. അങ്ങനെ സ്വയം കളിയിൽ ലയിച്ചു നിൽക്കുകയായിരുന്നു അവൻ. പെട്ടെന്നാണ് ഒരു ചോദ്യം കേട്ടത്. ആഹാ, കളിക്കാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ കൂടി ചേരണോ? അരുൺ ഞെട്ടിത്തിരിച്ചു. പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണ്. ഇവളെവിടെ നിന്നും വന്നു? അതിസുന്ദരിയായിരുന്നു അവൾ. പാവാടയും ജാക്കറ്റും വേഷം. കണ്ടാ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവളാണെന്നേ തോന്നും. ആരാ? സംശയത്തോടെ അവൻ തിരക്കി. അരുണിന് എന്നെ അറിയില്ലേ? മുത്തശ്ശിയുടെ ചാർച്ചയിൽപ്പെട്ടതാ. ഈ തറവാട്ടിൽ ഞാൻ വന്നതുപോലും ചെക്കൻ കണ്ടില്ല. അതെങ്ങനെ? ബാറ്റുണ്ടാക്കുന്നതിൽ മാത്രമായിരുന്നല്ലോ ശ്രദ്ധ. അത് ശരിയായിരിക്കുമെന്ന് അവനും തോന്നി. ഞാൻ പന്തെറിഞ്ഞു തരാം. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പന്തെടുത്തു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അരുൺ തിരക്കി. 10ാം ക്ലാസ് ജയിച്ചു, പിന്നെ പഠിച്ചില്ല. ശബ്ദത്തിലെ നിരാശ. അതെന്താ? അതെ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട്. അവനത് കേട്ടപ്പോൾ വിഷമം തോന്നി. അത് പോട്ടെ, അവൾ പന്തെറിഞ്ഞു. സന്തോഷത്തോടെ അവൻ ബാറ്റ് ചെയ്തു. അതിനിടെ പന്തുയർന്ന് അകലേക്ക് തെറിച്ചുപോയി. അരുൺ അത്ഭുതം തോന്നി. താൻ ചെറുതായി പന്തിൽ തട്ടിയതേ ഉള്ളൂ. ഇത് പിന്നെ ഇത്രയും അകലേക്ക് തെറിച്ചതെന്താ? ഞാൻ എടുത്തുകൊണ്ട് വരാം. ബാറ്റ് അവിടെ ഇട്ടിട്ട് അരുൺ ഓടി. അപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണുകൾ തീ പോലെ എരിഞ്ഞതും പല്ലുകൾ ഞെരിഞ്ഞവരുന്നതും അവൻ കണ്ടിരുന്നില്ല. കുറേ നേരം തിരഞ്ഞിട്ടും അരുണിന് പന്ത് കിട്ടിയില്ല. അപ്പോൾ അവളോ അങ്ങോട്ട് ചെന്നു. പന്ത് കണ്ടോ? ഇല്ല. അവളും അല്പനേരം തിരയുന്നതായി ഭാവിച്ചു. പിന്നെ പറഞ്ഞു, നാശം, അതെവിടെ പോയി ഒളിച്ചു? ആ, ഞാൻ നിനക്ക് വേറെ പന്ത് തരാം. അതിരിക്കട്ടെ, ഇതാ അവിടെ നേരത്തെ ഒരുപാട് മുള്ളിപ്പഴം ഉണ്ടായിരുന്നല്ലോ, നീ കണ്ടിട്ടുണ്ടോ? മുള്ളിപ്പഴമോ? അതെന്താ? അതൊക്കെ ഉണ്ട്, തിന്നാൻ നല്ലതാ. നീ വാ, നമുക്ക് അവിടെ ഉണ്ടോയെന്ന് നോക്കാം. അവൾ നടന്നു. പിന്നാലെ അവനും. പാലമരത്തിനരികിലെ കുറ്റിക്കാട്ടിലാണ് അവർ ഇരുവരും എത്തിയത്. അവൻ ആകാംക്ഷയോടെ ചുറ്റും നോക്കി. മുള്ളിപ്പഴം എവിടെ? ഒന്നും കാണാതെ വന്നപ്പോൾ അവൻ അവളുടെ നേരെ തിരിഞ്ഞു. ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. പക്ഷെ ആ മുഖഭാവം കണ്ട് അവൻ ഞെട്ടി വിറച്ചുപോയി. ഒരു ചെന്നായുടെ ക്രൂരത. ചേച്ചി,
അവൻ വിളിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അവളുടെ മുഖം മാറി മാറി വരികയായിരുന്നു. അവസാനം യാമിനിയുടെ മുഖമായി അവൾക്ക്. അരുണിന് തലകറങ്ങി. തിരിഞ്ഞോടണമെന്ന് അവന് തോന്നിയെങ്കിലും കാലുകൾ ചലിച്ചില്ല. അവളുടെ വായിൽ നിന്നും കൂർത്തുമൂർത്ത ദംഷ്ടകളും കൈവിരലുകളിൽ നിന്നും നഖങ്ങളും പുറത്തേക്ക് നീണ്ടുവന്നു. അവളവനെ വലിച്ചെടുപ്പിച്ച് കഴുത്തിൽ മുഖമമർത്തി. വിനയപ്രഭ കിടക്കയിൽ നിന്നും എഴുന്നേറ്റിട്ടില്ല. വികൃതമായ കൊല ചെയ്യപ്പെട്ട അരുൺമോൻ്റെ ശവം ഇന്നലെയാണ് അടക്കിയത്. യാമിനിയാണ് അത് ചെയ്തതെന്ന് തങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ പോലീസുകാർ മാത്രം അത് വിശ്വസിക്കുന്നില്ല. പ്രത്യേകിച്ച് എസ് ഐ റസാക്ക്. അയാൾക്ക് ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നുമില്ല. വിഷ്ണു മാന്ത്രികനായിട്ടും തൻ്റെ മോന് ഈ അവസ്ഥ വന്നല്ലോ എന്നതായിരുന്നു അവളുടെ സങ്കടം. തറവാട്ടിൽ പുതിയ മാന്ത്രികൻ ഉണ്ടായപ്പോൾ ഇനിയുള്ളവരെങ്കിലും രക്ഷപ്പെടുമെന്ന് കൊതിച്ചുപോയി. അതിനുശേഷം എത്ര മരണങ്ങൾ. യാമിനി എല്ലാവരെയും നശിപ്പിക്കുമെന്ന് മനസ്സ് പറയുന്നു. പണ്ട് യാമിനി ഈ തറവാട്ടിൽ ജോലിക്ക് വന്നതും താൻ അവളോട് ക്രൂരമായി പെരുമാറിയതുമൊക്കെ വിനയപ്രഭ ഓർത്തു. അനിരുദ്ധൻ മുറിയിലേക്ക് കയറി വന്നു. തന്നോടെന്തെങ്കിലും ഒന്ന് ചോദിക്കുമെന്ന് അവൾ കരുതി. പക്ഷെ അയാൾ അലമാരയിൽ നിന്നും എന്തോ എടുത്തുകൊണ്ടെന്ന് തിരികെ പോയി. ഇന്നലെ മോൻ്റെ ശവശരീരം അടക്കാൻ ചെയ്യാൻ എടുത്തപ്പോൾ പോലും തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അയാളൊരു വാക്ക് പറഞ്ഞില്ലെന്ന് അവൾ ഓർത്തു. പകല് മാഞ്ഞു. വിഷ്ണുവിൻ്റെ കാതിൽ നരനാരായണൻ്റെ ശബ്ദമെത്തി. ഈ രാത്രി നിനക്ക് ഉറങ്ങാതിരിക്കാനുള്ളതാണ് മോനെ. ഞാൻ എന്ത് ചെയ്യണം? അർദ്ധരാത്രിയാകുമ്പോൾ നിലവറയിൽ ജയകൃഷ്ണൻ്റെ മൃതദേഹം കിടത്തിയിരിക്കുന്ന എണ്ണത്തോണിക്ക് സമീപം വരിക. അവൻ അങ്ങനെ ചെയ്തു. കോൽവിളക്ക് തെളിയിച്ച് അവൻ നിലവറയിലെത്തി എണ്ണത്തോണിയിലേക്ക് നോക്കിയപ്പോൾ ജയകൃഷ്ണൻ കൊച്ചച്ഛൻ ഉറങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി. ഇനി നീ ആവാഹന മന്ത്രം ജപിച്ചോളൂ 1,00,000 തവണ. അത് പൂർത്തിയാകുമ്പോൾ എൻ്റെ ആത്മാവ് ജയകൃഷ്ണൻ്റെ ശരീരത്തിൽ പ്രവേശിക്കും. അത് കേട്ട് വിഷ്ണു നടുങ്ങി വിറച്ചുപോയി. മുത്തശ്ശൻ ഭൂമിയിൽ മടങ്ങി വരുന്നു. അങ്ങനെ വന്നാൽ ഒരു മാത്രയ്ക്കുള്ളിൽ ഒട്ടനവധി ചിന്തകൾ വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. തറവാട്ടിൽ 2 മാന്ത്രികൾ ഒരേ സമയം ഉണ്ടായിക്കൂടെന്നാണ് പ്രമാണം. മുത്തശ്ശൻ പുനർജനിച്ചു വന്നാൽ താനോ മുത്തശ്ശനോ മാന്ത്രികൻ? ഉത്തരം കിട്ടാത്ത സംശയമാണ്. പക്ഷെ നരനാരായണൻ്റെ ശബ്ദം അവൻ്റെ കാതുകളിൽ വീണ്ടും പതിച്ചു. ആവാഹന മന്ത്രം ജപിച്ച് തുടങ്ങാൻ ഇതിനേക്കാൾ നല്ലൊരു മുഹൂർത്തം വേറെയില്ല വിഷ്ണു. മറ്റു പലതും ചിന്തിച്ച് സമയം പാഴാക്കരുത്. നിന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരവും അതിനു വേണ്ട വിധിയും എനിക്കറിയാം. അതുകൊണ്ട് ആകുലത വെടിഞ്ഞ് കർമ്മം ചെയ്യും. പിന്നെ വിഷ്ണു ഒന്നും ചിന്തിച്ചില്ല. എണ്ണത്തോണിയിൽ കിടക്കുന്ന ജയകൃഷ്ണൻ കൊച്ചച്ഛൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിയിട്ട് കോൽവിളക്ക് എണ്ണത്തോണിയുടെ തലക്കൽ വെച്ച് സുഗന്ധലോപനങ്ങളുടെ മത്ത് പിടിപ്പിക്കുന്ന ഗന്ധം അവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് കണ്ണുകൾ പൂട്ടി ഭരദേവതയെ മനസ്സിൽ ഉണങ്ങിക്കൊണ്ട് അവൻ ആവാഹന മന്ത്രം ജപിച്ചു തുടങ്ങി. തറവാടിന് പുറത്തിരുന്ന ഒരു കൂമൻ വികൃതമായി വിലപിച്ചുകൊണ്ട് പലായനം ചെയ്തു. ഗ്രാമത്തിലെ വളർത്തുമൃഗങ്ങൾ സകലത്തും എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ നിലവിളിച്ചു. യാമങ്ങൾ അടർന്നു വീണുകൊണ്ടിരുന്നു. മന്ത്രങ്ങൾ പൂർത്തിയാവുകയാണ്. ബ്രഹ്മമുഹൂർത്തത്തിന് ഏതാനും വിനാഴികകൾ മാത്രം. അപ്പോൾ 1,00,000 തവണ ഉച്ചരിച്ചിട്ട് കണ്ണു തുറന്ന എണ്ണത്തോണിയിലേക്ക് നോക്കിക്കൊണ്ട് വിഷ്ണു 2 കാലിൽ നിന്നു. അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എണ്ണത്തോണിയിൽ. എണ്ണക്കഴിയിൽ നിന്നും ലക്ഷക്കണക്കിന് കുമിളകൾ ഉയർന്നു വരികയായി. സോപ്പ് കുമിളകൾ പോലെ അത് ഉയർന്നു വരുന്നവനും ഒരു കുമിള പോലും പൊട്ടിയില്ലെന്നതാണ് ഏറെ രസകരം. നിമിഷങ്ങൾ കഴിയുന്തോറും കുമിളകൾ ജയകൃഷ്ണൻ്റെ ശരീരത്തെ മൂടിക്കൊണ്ടിരുന്നു. അവസാനം കുമിളകൾ കാരണം ശരീരം കണ്ണിൽ നിന്നും മറഞ്ഞു. എണ്ണത്തോണിയുടെ മുകളറ്റം വരെ കുമിളകൾ നിറഞ്ഞു. വിഷ്ണുവിൻ്റെ ആകാംക്ഷ അടക്കാനേ കഴിയുന്നില്ല. ഇനി എന്താവും സംഭവിക്കുക? അങ്ങനെ ചിന്തിച്ച നിമിഷത്തിൽ കുമിളകൾക്കിടയിലൂടെ ഒരു കൈ പുറത്തേക്ക് നീണ്ടുവന്നു. എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമെന്ന് വിഷ്ണുവിന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും ഈ കാഴ്ച കണ്ടപ്പോൾ അവൻ ഞെട്ടി പിന്നോട്ട് മാറി. ഒരു മാത്രയ്ക്കുള്ളിൽ കുമിളകളെ വകഞ്ഞു മാറ്റി ഒരു ശിരസ് ഉയർന്നു വന്നു. ആദ്യം പുറത്തു വന്ന കൈപ്പൊത്തി മുഖത്തെ കുമിളകൾ തുടച്ചു മാറ്റി. അമ്പരപ്പോടെയും അതിലുപരി ഭീതിയോടെയും വിഷ്ണു ആ മുഖത്തേക്ക് നോക്കി. നരനാരായണൻ മുത്തച്ഛൻ. ജയകൃഷ്ണൻ ചെറിയച്ഛൻ്റെ മുഖം തന്നെ മാറിപ്പോയിരിക്കുന്നു. മോനെ വിഷ്ണു. എണ്ണത്തോണിയിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടയിൽ നരനാരായണൻ വിളിച്ചു. എന്തോ? അവൻ വിളി കേട്ടത് കൈകൾ കൂപ്പിക്കൊണ്ടാണ്. നിനക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെ ഒരു കർമ്മം നിർവഹിക്കാൻ കഴിയില്ലടാ. നരനാരായണൻ അവൻ്റെ തോളിൽ തട്ടി. മിടുക്കൻ, മിടുമിടുക്കൻ. മറ്റെല്ലാം മറന്ന് അഭിമാനത്തോടെ നിൽക്കുകയായിരുന്നു വിഷ്ണു.
പക്ഷെ നരനാരായണൻ്റെ കണ്ണുകളിലെ അപകടകരമായ ചുവപ്പ് രാശി മാത്രം അവൻ കണ്ടില്ല. ഒത്തിരി സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ എന്നെ ഈ ശരീരത്തിലേക്ക് ആവാഹിക്കാനുള്ള മന്ത്രം ജപിച്ചതല്ലേ? അവൻ തലകുലുക്കി. നിന്റെ സംശയങ്ങൾ എനിക്കുമുണ്ടായിരുന്നു. ഒരു തറവാട്ടിൽ 2 മാന്ത്രികർ എങ്ങനെ വാഴുമെന്ന സംശയം, അതും ഒരേ ഉപാസനമൂർത്തികളുമായിട്ട്. വിഷ്ണു കാതുകൾ കൂർപ്പിച്ചു. അവൻ്റെ ഹൃദയമെടുപ്പിന് വേഗം കൂടി തുടങ്ങിയിരിക്കുന്നു. പുഞ്ചിരിയോടെ നരനാരായണൻ തുടർന്നു. അതിനുള്ള പ്രതിവിധിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താ മുത്തശ്ശ? ചോദിക്കാതിരിക്കാനായില്ല അവന്. പറയാം. അയാൾ നിലവറയിലെ കാളിയുടെ കൽപ്രതിമയിലേക്ക് ഒരു നിമിഷം ദൃഷ്ടികൾ പായിച്ചു. മോൻ മാന്ത്രികനായി തുടർന്നിടത്തോളം കാലം ഞാൻ മാന്ത്രികനായിരിക്കില്ല. വിഷ്ണുവിന് അല്പം ആശ്വാസം തോന്നി. അപ്പോൾ നരനാരായണൻ കൂട്ടിച്ചേർത്തു. പക്ഷേ എനിക്ക് പറ്റിയ ഒരു പിഴയാണ് ഈ തറവാട്ടിൽ ഇത്രയും നാൾ കൊടുക്കേണ്ടി വന്ന ജീവനുകൾ. യാമിനി എന്ന യക്ഷി, പിന്നെ ബ്രഹ്മദത്തൻ എന്ന മാന്ത്രികൻ, 2 പേരോടും എനിക്കാണ് കണക്കുകൾ തീർക്കാനുള്ളത്. അയാൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലായെങ്കിലും വിഷ്ണുവും പറഞ്ഞു. എനിക്കുമുണ്ട് മുത്തച്ഛ, അവരോട് തീർത്താൽ തീരാത്ത കണക്കുകൾ. എൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങൾ, ശേഖരൻ വല്യച്ഛൻ, ഇവിടുത്തെ എൻ്റെ ബന്ധുക്കൾ എല്ലാം അവർ കാരണമാണ്. അവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നരനാരായണൻ കൈയുയർത്തി. ശരി തന്നെ, പക്ഷെ പ്രബലരായ ആ 2 ശത്രുക്കളെയും ഇല്ലാതാക്കണമെങ്കിൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് നീ പഠിച്ച മന്ത്രങ്ങൾ മാത്രം പോരാ. ഉറപ്പുള്ള ഒരു മനസ്സും എന്തും ചെയ്യാനുള്ള കരുത്തും വേണം. വിഷ്ണു മുത്തച്ഛൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിന്നു. ഒരു ചെറുചിരിയോടെ അയാൾ അവൻ്റെ തലമുടിയിൽ മെല്ലെ തലോടി. അതുകൊണ്ട് മോൻ മുത്തച്ഛന് വേണ്ടി ഒരു ത്യാഗം ചെയ്യണം. എന്താ മുത്തച്ഛ? അവൻ്റെ ശബ്ദത്തെ ഒരു വിറയൽ ബാധിച്ചിരുന്നു. ആ യക്ഷിയോടും മറ്റും പടവട്ടാൻ കരുത്തുള്ള മുത്തച്ഛന് ആ കൃത്യം ചെയ്യാനുള്ള അവസരം മോൻ ഒരുക്കി തരണം. അതെങ്ങനെ മുത്തച്ഛ? ഞാൻ മാന്ത്രികനായിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുതന്നെയാണ്. ഇനി മുതൽ ചെറുകുന്നത്ത് തറവാട്ടിലെ മാന്ത്രികൻ ഞാനാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റോറി ഇവിടെ തുടരുകയാണ് കേട്ടോ. കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇത് വായിക്കുമ്പോൾ പോലും ഇങ്ങനെ ഹൃദയമെടുപ്പ് നിന്ന് പോകുന്ന ഒരവസ്ഥയിലാണ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണത്. അപ്പം എന്തായാലും നമ്മുടെ കഥ ഏകദേശം തീരാനുള്ള ഒരുക്കത്തിലേക്ക് പോകണം. കഥ ഏറ്റവും വലിയൊരു ട്വിസ്റ്റിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. അപ്പം തുടർന്നും കേൾക്കുക എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ഒത്തിരി കഥകളൊക്കെ കേൾക്കുന്ന ആളുകളല്ലേ നിങ്ങൾ. അപ്പം കഥകൾ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യുകയും പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യും. നിങ്ങളൊക്കെ പ്ലേലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വ്യൂവേഴ്സ് വളരെ കുറവാണ്, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കുറവാണ്. പക്ഷെ എല്ലാവരും കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എല്ലാവരും കേൾക്കുക, മുഴുവനായിട്ടും കേൾക്കുക. അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് പറഞ്ഞോളൂ. ടൈമിങ് മാറ്റം വരുത്തണമെങ്കിൽ അത് പറഞ്ഞോളൂ. ഈ സ്റ്റോറി കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു സ്റ്റോറിയാണ് ചെയ്യണത്. ഒരു ഫാമിലി സ്റ്റോറിയാണ് കേട്ടോ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. എല്ലാവർക്കും ശുഭദിനം.